അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഫിച്ചേഴ്സ് കോക്ടൈൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തേത് ഒരു അടിപൊളി മുട്ടക്കറിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വേഗം തന്നെ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചെടുക്കുന്നത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്. അതിലോട്ട് 2 ചെറിയ കഷ്ണം പട്ട, 2 ഏലക്ക, 2 ഗ്രാമ്പു, പിന്നെ അതോടൊപ്പം തന്നെ ഒരു ചെറിയ കറാമ്പട്ടയുടെ ഇല ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 കാശ്മീരി മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3-4 അല്ലി വെളുത്തുള്ളി. ഇതെല്ലാം കൂടി ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. അതിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ കാശ്മീരി മുളകില്ലെങ്കിൽ നിങ്ങൾക്ക് വറ്റൽമുളക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ കാശ്മീരി മുളകാകുമ്പോൾ നല്ലൊരു കളറ് കിട്ടും കേട്ടോ കറിക്ക്. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസ് തക്കാളിയാണ്. അപ്പോൾ ഈ തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടണം. അതോടൊപ്പം തന്നെ നമുക്കിതിലോട്ട് ഒരു 5-8 അണ്ടിപ്പരിപ്പ് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. അതിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ സോഫ്റ്റായി കിട്ടണം കേട്ടോ. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാൻ വയ്ക്കാം. ഇത് ചൂടാറിയതിന് ശേഷം നമുക്കിത് മിക്സിയിലെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോഴേക്കും ഞാനിവിടെ മുട്ട പൊഴിഞ്ഞെടുത്തിട്ടുണ്ട്. മുട്ടയിൽ നമുക്കിങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കണം കേട്ടോ. അപ്പോൾ ആ മസാലയൊക്കെ മുട്ടേൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്നത്. ഇപ്പോൾ എല്ലാ മുട്ടയും ഞാൻ ഇതേപോലെ വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുട്ട ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വയ്ക്കാം. പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി ഇത് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം, അപ്പോൾ ഇതൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ വരഞ്ഞ് വെച്ചിട്ടുള്ള മുട്ട ഉണ്ടല്ലോ അത് ഇതിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഒരു 2 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ ഇട്ട് ചെയ്യുകയാണെങ്കിൽ മസാല പെട്ടെന്ന് കരിഞ്ഞു പോട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ 2 മിനിറ്റ് നമുക്ക് ഈ മുട്ട തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ മുട്ടയൊക്കെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉള്ളിയൊക്കെ വഴറ്റിയെടുത്ത് ആ സെയിം പാനിനാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് ഓയിൽ ഒഴിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് സൺഫ്ലവർ ഓയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്ലേവർ ഇല്ലാത്ത ഓയിൽ എടുത്താൽ മതി. ഓയിൽ ഒഴിച്ചതിന് ശേഷം ഇതിലോട്ട് ഒരു മീഡിയം സൈസ് സവാള ചോപ്പറിലൊന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ്. അത് ഇതിലോട്ട് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ സവാള നന്നായിട്ട് തന്നെ വഴറ്റി കിട്ടണം. കണ്ട സവാളയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ അത് ഇതിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു അടിപൊളി മുട്ടക്കറിയാണ് കേട്ടോ. ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയും പൊറാട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മുട്ടക്കറിയാണ്. നമുക്കിതിലോട്ട് ഇനി കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് വേണം അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അതൊക്കെ തിളച്ച് വരുന്ന സമയം കൊണ്ട് ഞാൻ ദോശ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ദോശയുടെ കൂടെയാണ് ഈ മുട്ടക്കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ദോശയുടെ കൂടെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ ഈ മുട്ടക്കറി. അപ്പോൾ എന്നും നമ്മൾ ഒരേപോലെയല്ലേ മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്തെടുക്കണമെങ്കിൽ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും കേട്ടോ. അധികം എരിവൊന്നും ഇല്ലാത്ത മുട്ടക്കറിയാണിത്. നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് കാശ്മീരി മുളകാണ്. അപ്പോൾ കണ്ടോ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഗരം മസാല ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കുന്നത്. മുട്ട ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളക്കണം കേട്ടോ. അപ്പോഴേ ആ കറിയുടെ മസാലയൊക്കെ ആ മുട്ടയിലോട്ട് നന്നായിട്ട് പിടിക്കുള്ളൂ. അപ്പോൾ 2 മിനിറ്റെങ്കിലും നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ കണ്ട 2 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മളുടെ കറിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 2-3 ടേബിൾ സ്പൂണ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ക്രീം ഓപ്ഷണലാണ്, ചേർക്കണമെങ്കിൽ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് കസൂരി മേത്തി ഞാനൊന്ന് ചൂടാക്കിയെടുത്തതാണ്, അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അടിപൊളി മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കുക. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ റെസിപ്പി. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ.